ഇങ്ങനെ നിങ്ങളോട് ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മ ആചരിക്കുവാനും സന്തോഷിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. I thank the elders of and deacons and members of this Philadelphia Gospel Hall Assembly. ഈ ഫിലഡൽഫിയ ഗോസ്പൽ ഹാൾ അസംബ്ലിയിൽ ഉള്ള മൂപ്പന്മാരും അതുപോലെ ശുശ്രൂഷകന്മാരും മറ്റെല്ലാ വിശ്വാസികൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. Actually, I'm not deserved because I'm not a preacher, I'm not a teacher, but a small creature. കാരണം ഞാൻ ഒരു പ്രാസംഗികനോ ഞാൻ ഒരു അധ്യാപകനോ അല്ല, പിന്നെ ഒരു എളിയ വ്യക്തി മാത്രമാണ്. But you have given me this great prerogative to minister the word of God unto you. എന്നാൽ ദൈവവചനം നിങ്ങളോട് അറിയിക്കുവാനായി ഒരു അവസരം നിങ്ങൾ ഇങ്ങനെ ഒരുക്കി തന്നു. In the world, many are sad today, some are mad, but we are very glad because we are in God. ഇന്ന് ലോകത്തിൽ അനേകര് ദുഃഖിതരാണ്, ചിലര് പരിഭ്രാന്തരായിട്ട് കഴിയുന്നു. എന്നാൽ നാം ദൈവം ഉള്ളവരായതുകൊണ്ട് നാം സന്തോഷമുള്ളവരായിരിക്കും. Yesterday I requested you, once again I request you to pray for my local assembly, that is Agape Christian Assembly. ഇന്നലെ ഓർപ്പിച്ചതുപോലെ അഗപ്പെ ക്രിസ്ത്യൻ അസംബ്ലി എന്ന ഞങ്ങളുടെ പ്രാദേശിക സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. Recently we have started constructing the assembly hall and please pray that it may be finished soon. അടുത്ത സമയത്ത് ഞങ്ങൾ ഒരു സഭാ ഹാളിന്റെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുവാനിടയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. Secondly, please continue to pray for a Bible college. We have been running for 8 years in a rented building and we are equipping the young people with the word of God and please continue to pray. കഴിഞ്ഞ 8 വർഷമായി വാടക കെട്ടിടത്തിൽ യൗവനക്കാരെ ദൈവവചനത്തിൽ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ബൈബിൾ കോളേജ് നടന്നു വരുന്നു. അതിന്റെ പ്രവർത്തനത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. Thirdly, please continue to pray for our gospel ride in our state every year, thrice covering 900 villages per year. മൂന്നാമതായി ഓരോ വർഷവും 3 പ്രാവശ്യമായി ഏകദേശം 900 ഗ്രാമപ്രദേശങ്ങൾ സുവിശേഷം എത്തിക്കുന്ന യജ്ഞമുണ്ട്. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. Fourthly, please continue to pray for the books I am going to publish soon for the benefit of the Bible College and the saints of the church. നാലാമതായി ബൈബിൾ കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രയോജനമാകുന്നതിനും അതുമാത്രമല്ല ദൈവജനത്തിന് പൊതുവായി പ്രയോജനമാകുന്നതിനും വേണ്ടി ഞാൻ പ്രസിദ്ധീകരിക്കുവാനായിട്ട് പോകുന്ന പുസ്തകങ്ങളുടെ ഉദ്യമനത്തെ ഓർത്തും പ്രാർത്ഥിക്കും. Fifthly, please continue to pray for me, for my health, for my ministry in the local assembly and in the vicinity and in India and wherever the Lord is using me. അഞ്ചാമതായി എൻ്റെ പ്രാദേശിക സഭയുള്ള ബന്ധത്തിലും അതിൻ്റെ ചുറ്റുപാടുകളും മറ്റ് സ്ഥലങ്ങളും കർത്താവ് അനുവദിക്കുന്നിടങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. Now I think everybody is physically, mentally, psychologically ready to sit and to study the word of God. ഇപ്പോൾ എല്ലാവരും ശാരീരികമായും മാനസികമായും എല്ലാവരും ഇരുന്ന് ദൈവവചനം ശ്രവിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുന്നു എന്ന് കരുതുന്നു. This morning the message is GPS. ഇന്ന് രാവിലെയുള്ള എൻ്റെ സന്ദേശം GPS എന്നുള്ളതാണ്. This is a familiar word here in this USA, no? ഇന്ന് അമേരിക്കയിൽ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വാക്കാണത്. What is the GPS? GPS എന്താണ്? Global Positioning Satellite. Yeah, global position Satellite. Yeah, satellite Or Global Positioning System. Okay. Yeah, GPS, everybody knows it. എല്ലാവർക്കും അത് അറിയാം. Without this it's very difficult to travel. അത് കൂടാതെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുവാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. We were going from Chicago to Des Moines city. ഷിക്കാഗോയിൽ നിന്ന് ഞങ്ങൾ ഡെമോയി പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. On the way, what happened? GPS failed. യാത്രാ മധ്യേ GPS പ്രവർത്തന നിശ്ചലമായി. For 2 hours we were just roaming around Chicago city. 2 മണിക്കൂർ നേരത്തോളം ഷിക്കാഗോ പട്ടണത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചുറ്റി അലഞ്ഞു നടന്നു. After that we prayed and
God has helped us. After 5 or 6 hours, we reached Des Moines city. അതിനുശേഷം ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 6 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഡിമോയി പട്ടണത്തിലെത്തി. Nowadays, among the believers also, GPS is failing. ഇന്ന് നമ്മളുടെ വിശ്വാസികളുടെ മധ്യത്തിലും ഈ GPS എന്നുള്ള കാര്യം അത് പ്രവർത്തന രഹിതമായി വരികയാണ്. Now you may be thinking, what is that GPS? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുവാ ഈ GPS എന്ന് പറയുന്നത്. That GPS is good preparation for service of God. ദൈവ സേവനത്തിന് വേണ്ടിയുള്ള നല്ല ഒരുക്കം. G for good. G അത് നല്ലത്. P for preparation. P അത് ഒരുക്കം, ഒരുക്കത്തെ കാണിക്കുന്നു. S service of God. S എന്നുള്ളത് ദൈവസേവനം. This morning I want to just focus how to prepare ourselves for the service of God. ഇന്ന് രാവിലെ ദൈവ സേവനത്തിന് വേണ്ടി നമ്മെ തന്നെ എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് കരുതുന്നു. Is it necessary for us to prepare ourselves for the service of God? ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി നാം തന്നെ ഒരുങ്ങേണ്ടത് ആവശ്യമാണോ? Is it necessary to serve the people, to serve the God? ദൈവത്തെയും മനുഷ്യരെയും സേവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നുവോ? If we don't serve the people and God, I want to say one single word, our life will be mere waste. നാം ദൈവത്തെയും ജനത്തെയും സേവിക്കുന്നില്ല എങ്കിൽ ഒരു ലളിതമായിരിക്കുന്ന വാക്കിൽ ഞാൻ പറയട്ടെ, നമ്മളുടെ ജീവിതം പ്രയോജനരഹിതമാണ്. Why, you know? കാരണം എന്ത്? Let me ask you one question. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. Why is the sun in the sky? എന്തുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നത്? Sun is just for giving light and heat. സൂര്യൻ പ്രകാശവും ചൂടും തരുന്നതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അതിന് If it doesn't do, it will be mere waste. ആ പ്രവൃത്തി അത് നിർവഹിക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. Why is the moon in the sky? എന്തുകൊണ്ടാണ് ചന്ദ്രൻ അതിന്റെ ആകാശത്ത് നിൽക്കുന്നത്? It is meant for giving moonlight. ചന്ദ്രന്റെ പ്രകാശം തരുന്നതിന് വേണ്ടിയാണ് അത് അങ്ങനെ ആക്കിയിരിക്കുന്നത്. If it doesn't do, it's mere waste. അതിന്റെ വേല അത് ചെയ്യുന്നില്ല എങ്കിൽ പ്രയോജനരഹിതമാണ്. Why is the field? Field is meant for giving crop. നിലം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഫലം തരുന്നതിന് വേണ്ടിയുള്ളതാണ്. If the field doesn't give any crop, it is mere waste. അതുകൊണ്ട് അത് നിലത്ത് നിന്ന് ഫലം തരുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. Why is the flower? എന്തിനാണ് പൂക്കൾ? Flower is meant for giving aroma, good smell. നല്ല സുഗന്ധം അതിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. If it doesn't give, it will be mere waste. ഒരു പൂവിൽ നിന്ന് സുഗന്ധം വമിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. Why are the clouds in the sky? ആകാശത്തിൽ എന്തിനാണ് മേഘങ്ങൾ? To rain. മഴയെ തരുന്നതിന് വേണ്ടി. If it doesn't rain, it will be mere waste. മഴ ലഭിക്കുന്നില്ല എങ്കിൽ പ്രയോജനമൊന്നുമില്ല. Why is this microphone here? ഈ മൈക്രോഫോൺ എന്തിനു വേണ്ടിയാണ് ഇവിടെ? To give you good sound. നിങ്ങൾക്ക് നന്നായി കേൾക്കുന്നതിന് വേണ്ടി. Why is this pulpit here? ഈ പ്രസംഗ പീഠം എന്തിനാണ്? To make my sitting, my standing and things more comfortable. എന്റെ ഇവിടെയുള്ള നിൽപ്പ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വളരെ സുഖപ്രദം ആകുന്നതിന് വേണ്ടി. So for everything there is purpose. അങ്ങനെ നോക്കുമ്പോൾ ആകമാനമായി എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. Now let's come to the point. Why are we here on this earth? നാം എന്തിനു വേണ്ടി ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്ക് മടങ്ങി വരാം. We are here on this earth to serve the Lord. നാം കർത്താവിനെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. If we don't do that work every day, that day is waste, that life is waste. എല്ലാ ദിവസവും നാം അത് നിർവഹിക്കുന്നില്ല എങ്കിൽ ഓരോ ദിവസവും പ്രയോജനമില്ലാത്തതായിട്ട് നമ്മുടെ ജീവിതം തന്നെ പ്രയോജനമില്ലാത്തതാകും. Are we serving the Lord? നാം ദൈവത്തെ സേവിക്കുന്നുണ്ടോ? We are called for service. നാം സേവനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. In our past life, did we serve the Lord? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം ദൈവത്തെ സേവിച്ചിട്ടുണ്ടോ? We served some extent. ഒരു പരിധി വരെ ഒരു പക്ഷേ ചെയ്തേക്കാം. Still we need to have some preparation to do better service
in the days to come. അതാ വരുന്ന ദിവസങ്ങളിൽ നന്നായി തന്നെ സേവിക്കുന്നതിന് വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. For that sake we need GPS. അതിനുവേണ്ടി നമുക്ക് GPS ആവശ്യമാണ്. Good preparation for the service of God. ദൈവസേവനത്തിന് വേണ്ടിയുള്ള നന്നായുള്ള ഒരുക്കം. For this sake I want to take one familiar passage from the word of God. ഒരു ചിന്തയ്ക്ക് വേണ്ടി ദൈവവചനത്തിൽ നിന്ന് പരിചയമുള്ള ഒരു വേദഭാഗം എടുക്കാം. Very much familiar passage. വളരെ പരിചയമുള്ള ഭാഗം. Actually yesterday night one brother asked me to take some tough deep passage to what I should say expound so that many may get more benefit. ഇന്നലെ രാത്രി ഒരു സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ടു വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ഭാഗം അത് ചിന്തിക്കുന്ന വേണ്ടി എടുത്തു കഴിഞ്ഞാൽ പ്രയോജനമായിരിക്കുമെന്ന്. Yeah, that touched my heart. അത് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി. But what happened in yesterday night, you know? Yesterday night what happened, you know? ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചെന്നറിയാമോ? A little girl in my family, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ചെറിയ പെൺകുട്ടി, she was teaching me piano. എന്നെ പിയാനോ പഠിപ്പിക്കുകയായിരുന്നു. I know keyboard. കീബോർഡ് വായിക്കാൻ എനിക്കറിയാം. I can play number of songs even in the public meetings also. കീബോർഡ് ഉപയോഗിച്ച് പരസ്യ യോഗങ്ങളിൽ പോലും എനിക്ക് അത് പാടാനായിട്ട് കഴിയും. She commented one thing. എന്നാൽ ഒരു കാര്യം അവൾ ചെയ്തു. That touched my heart. അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചു. She said, uncle, അങ്കിളെ, you know big things അങ്കിളിന് വലിയ വലിയ കാര്യങ്ങൾ അറിയാം. while playing piano. ഈ പിയാനോ വായിക്കുമ്പോൾ, but you don't know the basics. എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ അങ്കിൾ അറിയില്ല. I felt shame. അത് കേട്ടപ്പോൾ എനിക്ക് ലജ്ജയായി. She was teaching the basics what she has learned from the piano master. പിയാനോ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ. So for our meditation I am not taking any tough area, but I am taking very simple passage which can teach us spiritual basics. അതുകൊണ്ട് ഞാൻ അതിലെ ആഴമേറിയ ഒരു കാര്യങ്ങളൊന്നുമല്ല ചിന്തിക്കുന്നത്, പിന്നെയോ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ചില കാര്യങ്ങൾ. That passage is book of Isaiah chapter 6 1 to 9. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. Book of Isaiah chapter 6 1 to 9. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. The title for this message is GPS. ഈ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് GPS എന്നാണ്. Here in this passage there are 7 C's. Letter C. ഈ ഭാഗത്ത് സി എന്ന അക്ഷരം 7 പ്രാവശ്യം പറയുന്നു. 7 C's are here. 7 സികളുണ്ട്. This morning I want to cover first 4 C's. ഇന്ന് രാവിലെ ആദ്യത്തെ 4 സി നിങ്ങളുടെ മുൻപാകെ നിരത്തി വെക്കട്ടെ. In the second session I want to cover the remaining 3 C's. അതിലെ രണ്ടാമത്തെ പിന്നീട് നാം കൂടുമ്പോൾ ബാക്കി 3 സികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ In കൊണ്ടുവരാം. the first session we have English and translation into Malayalam. നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഭാഷാന്തരം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്. I request you to have in the second session English and translation into Malayalam also. രണ്ടാമത്തെ ഭാഗത്തും അതേ രീതിയിൽ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഭാഷാന്തരം So that all English speaking people, Malayalam speaking people may be benefited through this message. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയും മലയാള ഭാഷയും കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രയോജനം ഉണ്ടാകുവാനിടയായി. So that the message may be full and complete in your and our understanding. ആയതിനാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായിരിക്കുന്ന ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി തീരട്ടെ. This morning for first session I have been given 50 minutes. ഇന്ന് രാവിലെ എനിക്ക് 50 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. Don't worry, I will finish off within 50 minutes only. ഞാൻ 50 മിനിറ്റിനുള്ളിൽ നിർത്താം. In the second session I will be given 50 more minutes. രണ്ടാമത്തെ സെഷനിൽ 50 മിനിറ്റ് കൂടെ എനിക്ക് ലഭ്യമാകും. I don't take more than that. അതിലപ്പുറം ഞാൻ എടുക്കുകയില്ല. But here in this message I want to give you much content. ഈ സന്ദേശത്തിൽ അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. This content will be helpful for you to meditate upon this message in a wonderful way
in the days to come for your personal life and ministerial life. നിങ്ങളുടെ വരുംകാല വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലും അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. Those who have a sheet of paper and pen, I request you to jot down the points. പേപ്പറും പേനയും ഉള്ളവർക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. 7 C's. 7 Cകൾ. First C is ഒന്നാമത്തെ സി critical condition. അതി ദുർഘടകരമായിരിക്കുന്ന സ്ഥിതി. Second C രണ്ടാമത്തെ സി comprehension. മനസ്സിലാക്കുക. Third C മൂന്നാമത്തെ സി confession. ഏറ്റുപറയുക. Fourth C നാലാമത്തെ സി cleansing. വിശുദ്ധീകരണം പ്രാപിക്കുക. Fifth C അഞ്ചാമത്തെ സി calling. വിളി. Sixth C ആറാമത്തെ സി commitment. സമർപ്പണം. Seventh C ഏഴാമത്തേത് commission. ഉത്തരവ് അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. If you remember these 7 C's, total message can be easily remembered and it can be even scanned on your heart. ഈ 3 സികളെ കുറിച്ച് മുഴുവനായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഇതിലെ മുഴുവൻ വിഷയവും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Number 1, critical condition. ഒന്നാമത് വളരെ ദുർഘടം നിറഞ്ഞിരിക്കുന്ന Chapter 6 verse 1. ആറാമത്തെ അധ്യായത്തിന്റെ വിഷയപ്രവചനം 6ന്റെ 1-ാമത്തെ വാക്യം. It says the critical condition during the time of Isaiah. യെശയ്യാവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ദുർഘട സമയത്തെ കുറിച്ചാണ് പറയുന്നത്. What is that critical condition? അവിടുത്തെ എന്തായിരുന്നു അവസ്ഥ? King Uzziah was dead. ഉസ്സിയ രാജാവ് മരിച്ചു. This chapter or this passage starts with death. ഈ ഭാഗം ഒരു മരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. Death is one of the most dreadful factors of stress in human life. മരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം ചിന്താഭാരം ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. Always days may not be same in our life. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെയല്ല ദിവസങ്ങൾ. Sometimes days will be positive, sometimes days will be negative. ചില അവസരങ്ങൾ ക്രിയാത്മകമായിരിക്കുന്ന ദിനങ്ങൾ, ചില ദിവസങ്ങൾ നിഷേധാത്മകമായിരിക്കുന്ന. Sometimes comfortable, sometimes uncomfortable. ചില അവസരങ്ങളിൽ സുഖപ്രദമായിരിക്കുന്നത്, ചില അവസരങ്ങളിൽ സുഖം ഉണ്ടായിരിക്കില്ല. I want to illustrate with 3 illustrations, 2 from the Bible, 1 from outside. 3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരട്ടെ. 2 തിരുവനന്തപുരത്ത് നിന്നും 1 പുറത്തു നിന്നും. We know King Uzziah. നിങ്ങൾക്കറിയാമല്ലോ ഉസ്സിയ രാജാവ്. We know about him from the 26th chapter of 2 Chronicles. 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. In this 26th chapter there are 3 F's. ഈ 26-ാമത്തെ അധ്യായത്തിൽ 3 എഫുകൾ ഉണ്ട്. First F is fruitful Uzziah. ഒന്നാമത്തെ എഫ് കാണിക്കുന്നത് ഫലപ്രദമായിരിക്കുന്ന ഒരു ഉസ്സിയാവ്. He was fruitful in his administration. തന്റെ ഭരണ മേഖലകളിൽ താൻ പ്രയോജനകരമുള്ളവനായിരുന്നു. Second F is fallen Uzziah. രണ്ടാമത്തെ എഫ് കാണിക്കുന്നത് വീണുപോയ ഒരു ഉസ്സിയ രാജാവ്. From heights to the depths he has fallen down. വളരെ ഉന്നതങ്ങളിൽ നിന്ന് ഏറ്റവും ആഴത്തിലേക്ക് താൻ വീണുപോയി. From first verse to 15th verse, fruitful Uzziah. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഫലപ്രദമായിരിക്കുന്ന ഒരു ഉസ്സിയാവിനെ കാണുന്നു. He was exalted like anything. താൻ വളരെയധികം ഉന്നതനായി തീർന്നു. He was flourished. താൻ അഭിവൃദ്ധി പ്രാപിച്ചു വന്നു. He built number of cities. പല പട്ടണങ്ങൾ താൻ പണിതു. His name and fame spread like anything. തന്റെ പേരും പെരുമയും വളരെയധികം വർദ്ധിച്ചു. His army was very much strong. തന്റെ പടയാളികൾ വളരെയധികം ശക്തിമത്തരായി. His regime was well established. തന്റെ ഭരണകൂടം വളരെയധികം സുസ്ഥിരമായിരുന്നു. Fruitful Uzziah again. Now fallen Uzziah from 16th verse. അങ്ങനെ വളരെ പ്രയോജനകരമായി സമ്പൽസമൃദ്ധമായി കഴിഞ്ഞവൻ താഴേക്ക് വരുമ്പോൾ 16 മുതൽ കാണുമ്പോൾ വീണുപോയ ഉസ്സിയാവിനെ കാണുന്നു. Fallen to the bottom level. ഏറ്റവും താണ അവസ്ഥയിലേക്ക് താൻ വീണുപോയി. After that, in the verse 21, 22, 23, he has totally finished his life. അതിനുശേഷം 21 മുതൽ
23 വരെയുള്ള വാക്യങ്ങളിൽ താൻ പൂർണ്ണമായി അവശേഷിച്ചിരിക്കുന്ന ഒരു ഉസിയാവ്. That is the first illustration. അതാണ് ആദ്യത്തെ ഉദാഹരണം. This made Isaiah troubled very much. ഇത് ഈ കാര്യം ഉസിയാവിനെ വളരെ കുണ്ഠിതനാക്കി. Not only Isaiah but also people of that time were relying upon this great king. King failed. ഉസിയാവിന് മാത്രമല്ല അത് ദുഃഖമുണ്ടായത്, അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളൊക്കെ ഈ ഉസിയാവിൽ വളരെ ആശ്രയം വെച്ചിരുന്നു. താൻ വീണുപോയി. Now they are facing the day of trouble in their life. ഇന്ന് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. They have never expected this fall. ഈ വീഴ്ച ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. Secondly, രണ്ടാമത് one more illustration. വേറെ ഒരു ഉദാഹരണം കൂടെ കൊണ്ടുവരാം. That is book of Job. ഇയ്യോബിന്റെ പുസ്തകം 1st chapter, 2nd chapter, 3rd chapter, 4th chapter. ഒന്നാമത്തെ 2, 3, 4 അധ്യായങ്ങൾ. If we study, ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ it is very clear. ഇത് വളരെ വ്യക്തമാണ്. Flourishing days വളരെ സമൃദ്ധമായിരിക്കുന്ന ദിവസങ്ങൾ became negative days in the life of Job. ആ ദിവസങ്ങൾ ഒക്കെ വളരെ ദുഃഖകരമായിരിക്കുന്ന ദിവസങ്ങളായി ഇയ്യോബിന്റെ ജീവിതത്തിൽ. He had 7,000 sheep. 7000 ആടുകൾ തനിക്കുണ്ടായിരുന്നു. 3,000 camels. 3000 ഒട്ടകം തനിക്കുണ്ടായിരുന്നു. 1,000 oxen. 1000 കാളകൾ തനിക്കുണ്ടായിരുന്നു. 500 donkeys. 500 കഴുതകൾ ഉണ്ടായിരുന്നു. 7 sons. 7 ആൺമക്കൾ. 3 daughters. 3 പെൺമക്കൾ. A lot of riches. വളരെയധികം ധനം. A lot of family members. വളരെയധികം കുടുംബ. Good health and wealth. നല്ല ആരോഗ്യവും ധനവും. All have washed away. എന്നാൽ എല്ലാം ഇത് പര്യവസാനിച്ചു. Critical condition of Job. ഇയ്യോബിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായിരിക്കുന്ന ഒരു സമയം. In human lives it is common, sometimes heights, sometimes depths. മനുഷ്യ ജീവിതത്തിൽ ചിലപ്പോൾ ഉയർച്ചയായിരിക്കാം, ചിലപ്പോൾ താഴ്ചയായിരിക്കാം. Sometimes ups, sometimes downs. ചിലപ്പോൾ ഉന്നതമായിരിക്കാം, ചിലപ്പോൾ താണുപോകും. We have seen 2 illustrations from the Bible. നാം തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെയുള്ള 2 ഉദാഹരണങ്ങൾ കാണുകയുണ്ടായി. And third illustration from outside. This is from Chicago. മൂന്നാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് പുറത്ത് തിരുവനന്തപുരത്തിന് അപ്പുറമായി ഷിക്കാഗോയിൽ സംഭവിച്ചു. Yesterday in our family prayer we sang one song. ഇന്നലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരു പാട്ട് പാടുകയുണ്ടായി. That song was written by Horatio G. Spafford. ആ ഗാനം രചിച്ചത് ഹൊറാഷ്യോ സ്പാസ്ഫോർഡ് എന്നുള്ള ഒരു ആളാണ്. He lived from 1828 to 1888. 1828 മുതൽ during the time of D.L. Moody. D.L. മൂഡിയുടെ സമകാലികൻ. He was one of the richest personalities of Chicago city. ഷിക്കാഗോ പട്ടണത്തിൽ താമസിച്ച ധനികരായിരിക്കുന്ന വ്യക്തികളിൽ ഒരുവൻ. From his riches he was supporting D.L. Moody's ministry. തന്റെ ധനം കൊണ്ട് D.L. മൂഡിയുടെ പ്രവർത്തനത്തെ താൻ സഹായിച്ചുകൊണ്ടിരുന്നവനാണ്. So he was rich enough, he was helping the people like anything. താൻ വളരെയധികം മറ്റുള്ളവരെ സഹായിച്ചവനാണ്. But all of a sudden what happened, you know? എന്നാൽ ഉടനടവേ എന്ത് സംഭവിച്ചു എന്നറിയാമോ? His only son died. തന്റെ ഏക മകൻ മരിച്ചു. After that അതിനുശേഷം there was a big fire accident in Chicago city. ഷിക്കാഗോ പട്ടണത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. All his assets were burnt. തന്റെ ധനങ്ങൾ ഒക്കെ എല്ലാം വെന്തെരിഞ്ഞു. And his wife and his children, 4 daughters were traveling to London, and the way shipwreck occurred, they all died in that accident. തന്റെ ഭാര്യയും 4 പെൺമക്കളും ഒന്നിച്ച് ഒരു കപ്പലിൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു കപ്പൽ ഛേദം ഉണ്ടായി, അവരെല്ലാം നശിച്ചു. The day of trouble started in his life. തന്റെ ജീവിതത്തിന്റെ കഷ്ടത്തിന്റെ ദിനങ്ങൾ ആരംഭിക്കുകയാണ്. So we have to understand some critical conditions in the people of God. ഇവിടെ ദൈവജനങ്ങളുടെ ജീവിതത്തിൽ ചില നിർണായകമായിരിക്കുന്ന ചില അവസരങ്ങൾ. So on any day, sometimes it may come in our lives also. നമ്മളുടെ ജീവിതത്തിലും ഒരുപക്ഷെ എന്തെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ സംഭവിക്കാം. About how to prepare for the service of God. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ എങ്ങനെ ദൈവ സേവനത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കഴിയും? First C says critical condition. ഒന്നാമത്തെ
സി പറയുന്നത് വളരെ നിർണായകമായിരിക്കുന്ന ചില ദിവസങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ. But let us see one comfortable verse from the Word of God. എന്നാൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ആശ്വാസപ്രദമായിരിക്കുന്ന ഒരു വാക്യം നോക്കാം. Psalm 51 verse 15. 51-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം. You cry unto me on the day of trouble, I will deliver you, you shall glorify me. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. So there is some comfort in the Word of God. ദൈവവചനത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. Okay, when Isaiah was in critical condition, യെശയ്യാവ് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ God was not silent. ദൈവം മൗനമായിരുന്നില്ല. God was not calm. ദൈവം He സ്വസ്ഥലമായിരുന്നില്ല. was active enough. താൻ പ്രവർത്തന നിരതനായിരുന്നു. He revealed himself to Isaiah through vision. That we see in the verse 2, verse 3, verse 4. ഒരു ദർശനത്തിൽ കൂടെ തന്നെ യെശയ്യാവിനെ താൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതായി യെശയ്യാ പ്രവചനം 6:3-4 വാക്യങ്ങൾ കാണുന്നു. Number 1, critical condition. ഒന്നാമത്തേത് വളരെ ദുഃഖം നിറഞ്ഞ ഒരു Number 2, comprehension through vision of God. രണ്ടാമത് ദൈവത്തിൽ നിന്നുള്ള ദർശനം മുഖാന്തരമായി കാര്യങ്ങൾ മനസ്സിലാക്കും. In our critical conditions also, God will be active enough to reveal himself through something. Here, vision. ദൈവം നമ്മുടെ ജീവിതത്തിലും വൈഷമ്യം നിറഞ്ഞ ജീവിതത്തിന്റെ മധ്യത്തിൽ തന്നെ വെളിപ്പെടുത്തി തരുന്നവനാണ്. ഇവിടെ ഒരു ദർശനത്തിൽ കൂടെയാണ് വെളിപ്പെടുത്തി തന്നതെങ്കിൽ During those days, God revealed himself through visions, number 1. ആ ദിവസങ്ങളിൽ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ദർശനങ്ങൾ മുഖാന്തരം, Number 2, dreams. രണ്ടാമത് സ്വപ്നത്തിൽ കൂടെ, Number 3, through angels. മൂന്നാമത് ദൂതന്മാർ മുഖാന്തരം, Number 4, through prophets. 4 പ്രവാചകന്മാർ മുഖാന്തരം, Number 5, through incidents. 5 ചില സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ, Number 6, 3, through creation. 6 തന്റെ സൃഷ്ടി മുഖാന്തരമായി, Number 7, through the voice. 7 ചില ശബ്ദങ്ങൾ മുഖാന്തരം. Like that, God used sundry ways during sundry times in the olden days. പഴയ നിയമകാലത്ത് താൻ വിവിധ കാലയളവുകൾ വിവിധ മാധ്യമങ്ങളിൽ കൂടെ ജനങ്ങളോട് തന്റെ സന്ദേശം അറിയിച്ചു. Here God has used a vision. ഇവിടെ ദൈവം ഒരു ദർശനം ആണ് ഉപയോഗിക്കുന്നത്. Nowadays God reveals unto us through the word of God. എന്നാൽ ഇന്ന് നമുക്ക് ദൈവം തന്റെ അരുളപ്പാട് നമ്മെ അറിയിക്കുന്നത് തിരുവചനത്തിൽ കൂടെയാണ്. God may use vision, dreams, this and that. At the same time, the most important, most effective one is the word of God. Whatever vision, whatever dream it is, the word of God should support it now. ഇന്ന് ദർശനത്തിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റ് സ്വപ്നങ്ങളിൽ കൂടെയോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നാലും അത് തിരുവചനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. Through this vision, Isaiah could comprehend what is God. ഈ ദർശന മുഖാന്തരമായി ദൈവം എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് യെശയ്യാവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We can see the comprehension of Isaiah with regard to God from verse 2 and verse 4. 2-4 വാക്യങ്ങൾ മൂലം യെശയ്യാവ് ഇങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്താണ് എന്നുള്ളത് നാം കാണുന്നുണ്ട്. Isaiah could understand what God is. ദൈവം ആരാണ് എന്നുള്ളത് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. What is that comprehension here? എന്താണ് ഇവിടെ അവൻ മനസ്സിലാക്കിയത്? The comprehension is that God is on the highest throne. ഇവിടെ ദൈവം ഏറ്റവും ഉന്നതനായിരിക്കുന്നു എന്നുള്ളത് തനിക്ക് മനസ്സിലായി. And he is seated on the highest throne. അവൻ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സിംഹാസനസ്ഥൻ ആയിരിക്കുന്നു. He is above all the things. എല്ലാറ്റിനും മീതെ അവൻ